ഹലോ, അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഹണി ഗ്ലേസ്ഡ് ചിക്കൻ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അതിലേക്ക് ആവശ്യമുള്ള ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 2 എഗ്ഗും പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയും ആണ് ചേർക്കുന്നത്. അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാൻ യൂട്യൂബ് വെറുതെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഞാൻ കണ്ടൊരു റെസിപ്പിയാണ്. പക്ഷേ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു. മധുരവും എരിവും എല്ലാവരും കൂടെ മിക്സ് ചെയ്ത് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റൊക്കെ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അഥവാ അതിനുള്ള ടൈമില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പൊരിച്ചെടുത്താലും ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലിലാണ് പൊരിച്ചെടുക്കാൻ ഇത് നല്ലത്. അപ്പോൾ ഓയിൽ ചൂടായപ്പോൾ ഞാൻ ഓരോന്നായിട്ടാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ മൈദ ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ ഓരോന്നിട്ടില്ലെങ്കിൽ അതെല്ലാം കട്ട കുത്തി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ തിന്നാനും നല്ല ടേസ്റ്റാണ്. സോസ് കൂട്ടി അങ്ങനെ തിന്നാനും നല്ല ടേസ്റ്റാണ്. പിന്നെ മധുരം ഇഷ്ടമുള്ളവർക്ക് വേറൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും പിന്നെ വലുതായി അരിഞ്ഞ സവാളയും ഇട്ട് ഒന്ന് വാടയൊന്നും വേണ്ട, ഒന്ന് ചെറുതായി ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് സോയാ സോസും ടൊമാറ്റോ സോസും ഒഴിക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ഹണി കുറച്ച് ചേർക്കുക. അതിനുശേഷം കുറച്ച് വിനാഗിരി ചേർക്കണം. ഞാനത് വിട്ടുപോയിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ ഹണിയും കൂടെ ചേർത്ത് ആ ചിക്കനിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഭയങ്കര എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മധുരവും എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബൈ ബൈ.